Hello, good morning. This is my sixth video on this chapter, the principles of inheritance and variation. Last class, we learnt about dihybrid cross and the law based on dihybrid cross. What was it? അതെന്തായിരുന്നു dihybrid crossനെ ബേസ് ചെയ്തിരുന്ന law? The law of independent assortment. Now today we are going to learn the chromosome theory of inheritance. Chromosome theory of inheritance. And in the previous classes we learnt about monohybrid cross, dihybrid cross and its results, ratios. Don't you remember? The monohybrid cross ratio was 3:1. Genotypic ratio 1:2:1. And the dihybrid cross ratio was 9:3:3:1. I hope you remember all this. So in 1865, Gregor Mendel published his works on inheritance of characters. But his works were not accepted by the scientific world. അല്ലെ 1865 ഗ്രിഗർ മെൻഡൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ, പരീക്ഷണങ്ങളുടെ നിഗമനങ്ങളും മറ്റും എന്തിനെക്കുറിച്ചായിരുന്നു പരീക്ഷണം? ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഈ പരീക്ഷണങ്ങളുടെ നിഗമനങ്ങളും മറ്റും പബ്ലിഷ് ചെയ്തിരുന്നു. ബട്ട് സയൻറ്റിഫിക് വേൾഡ് അത് അംഗീകരിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം എന്താവും? ബിക്കോസ് ഡ്യൂറിങ് ദറ്റ് ടൈം ദർ വാസ് നോ കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമുക്ക് വാട്സാപ്പ്, മൊബൈൽ ഫോൺ, അല്ലെ, മൊബൈൽ ഫോണിലുള്ള അപ്പാർട്ട് ഫ്രം ദറ്റ് സോ മെനി മീഡിയ വി ഹാവ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ആ സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഗ്രിഗർ മെൻഡൽ യൂസ്ഡ് ദ ടേം ഫാക്ടേഴ്സ് ഫോർ ജീൻസ് ആൻഡ് ദീസ് ഫാക്ടേഴ്സ് എക്സിസ്റ്റഡ് ആസ് എ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആൻഡ് ഹി നെവർ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ബ്ലെൻഡിങ് ഓഫ് ക്യാരക്ടേഴ്സ്. അത് മറ്റൊരു കാരണമാണ്. Gregor Mendel used mathematical logics to explain biological phenomena. That was another reason. And finally, he could never show any physical proof for the existence of genes or factors. Factors ആണ് ജീൻസ്, അല്ലേ? ഇതിനെ തെളിയിക്കുന്ന ഒരു ഫിസിക്കൽ പ്രൂഫ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം എന്തായിരുന്നു? ഡ്യൂറിങ് ദറ്റ് ടൈം ദർ വാസ് നോ മൈക്രോസ്കോപ്പ്. അന്ന് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച കാലമായിരുന്നില്ല. ഈ കാരണങ്ങളാൽ ഗ്രിഗർ മെൻഡലിൻ്റെ വർക്ക് ഇറ്റ് വാസ് നോട്ട് പ്രൊനൗൺസ്ഡ് ഡ്യൂറിങ് ദറ്റ് ടൈം ടിൽ 1900. It was during 1900 three scientists rediscovered Gregor Mendel's work. That is, scientists Hugo de Vries, Correns and von Schermak. All these three scientists, they independently did Gregor Mendel's work, rediscovered Gregor Mendel's work. And they found that the nucleus of a cell has specialized structures which undergo duplication and division just before cell division. ഇവരെന്താ കണ്ടെത്തിയത്? ഓരോ സെല്ലിൻ്റെയും ന്യൂക്ലിയസിനകത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ സെൽ ഡിവിഷന് മുൻപ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന, ഇരട്ടിയാവുകയും ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി. ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് നെയിംഡ് ആസ് ക്രോമസോം. ഇതിനെയാണ് പിന്നീട് എന്ത് വിളിച്ചത്? ക്രോമസോം. ലേറ്റർ ഇൻ 1902, 1902 വാൾട്ടർ എസ് സട്ടൺ ആൻഡ് തിയോഡർ ബൊവേരി, രണ്ട് ശാസ്ത്രജ്ഞന്മാർ, they did so many experiments to prove the existence of chromosome. They found that the chromosomes located within the nucleus, they undergo a specialized behavior which is similar to the behavior of factor or genes which was explained by Gregor Mendel. Gregor Mendel explain ചെയ്തിരുന്ന ഫാക്ടർ അഥവാ ജീൻ അല്ലെങ്കിൽ അലീൽ, ഇതിൻ്റെ ബിഹേവിയറോട് സാമ്യത കാണിക്കുന്നതാണ് ക്രോമസോം ബിഹേവിയർ എന്ന് സട്ടൺ ആൻഡ് ബൊവേരി കണ്ടെത്തി. ആൻഡ് ദേ എക്സ്പ്ലെയിൻഡ് ദാറ്റ് ദ ബിഹേവിയർ ഓഫ് എ ക്രോമസോം ഡ്യൂറിങ് മൈറ്റോസിസ് is called equational division, and during meiosis the chromosome behavior was reduction division. അതായത് ക്രോമസോം ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത്.
ക്രോമസോം ബിഹേവിയർ എങ്ങനെയാണ് മൈറ്റോസിസിൽ? ഇക്വേഷണൽ ഡിവിഷൻ. ക്രോമസോം നമ്പർ ചേഞ്ച് ആവുന്നുണ്ടോ? മൈറ്റോസിസ് എന്താണ്? സെൽ ഡിവിഷൻ ഇൻ ദി ബോഡി സെൽസ് അല്ലേ? ശരീരം വളരുന്നു. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ എത്രയാണ് ഉണ്ടാവുന്നത്? അത് എത്രമാത്രം വളരുന്നു? ഈ വളർച്ച എന്തുകൊണ്ടാണ്? മൈറ്റോസിസ് എന്ന സെൽ ഡിവിഷനാണ്. മൈറ്റോസിസിൽ ക്രോമസോം നമ്പർ ചേഞ്ച് ആവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഡിവിഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേഷണൽ ഡിവിഷൻ. ദെൻ അബൌട്ട് മിയോസിസ്. മിയോസിസിനെ കുറിച്ച് പറയാം. മിയോസിസിൽ ക്രോമസോം നമ്പറിന് എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അത് നേരെ പാതിയാവുന്നില്ലേ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് റിഡക്ഷൻ ഡിവിഷൻ. യു സീ ദ സ്ക്രീൻ ഹിയർ. സ്ക്രീനിൽ നോക്കൂ. മൈറ്റോസിസ് ആൻഡ് മിയോസിസ് രണ്ട് തരം സെൽ ഡിവിഷനാണ്. മൈറ്റോസിസ് നടക്കുന്നത് ബോഡി സെൽസിലാണ്. അവിടെ ക്രോമസോം നമ്പറിന് ചേഞ്ച് ഇല്ല. മനസ്സിലാക്കിയോ? അവിടെ ക്രോമസോം നമ്പർ ഒന്ന് പരിശോധിക്കൂ. അടുത്ത ടൈപ്പ് സെൽ ഡിവിഷൻ മിയോസിസ്. മിയോസിസ് എന്ന സെൽ ഡിവിഷനിൽ അവസാനം ഡോട്ടർ സെൽസിൽ എന്താണ് ക്രോമസോം നമ്പർ? നേരെ പാതിയാകുന്നില്ലേ? അതുകൊണ്ട് തന്നെ മിയോസിസ് ഇസ് ജനറലി കോൾഡ് ആസ് റിഡക്ഷൻ ഡിവിഷൻ. അപ്പം ഇനിയൊരു സംശയം, ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ക്രോമസോം നമ്പർ പാതിയാവുന്നത്? സപ്പോസ് റിഡക്ഷൻ ഡിവിഷൻ ഓർ മിയോസിസ് occurs in reproductive cells. റീപ്രൊഡക്റ്റീവ് സെൽസ് എന്താണ്? ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ഫീമെയിലിന് റീപ്രൊഡക്റ്റീവ് സെൽ ഇസ് ഓവം ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ ഇസ് സ്പേം. സ്പേമും ഓവവും ആണ് റീപ്രൊഡക്റ്റീവ് സെൽസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. മിയോസിസ് നടക്കുന്നതുകൊണ്ട് ഇവിടെ ക്രോമസോം നമ്പർ കിട്ടുന്നത് നേരെ പാതിയാണ്. വാട്ട് ഈസ് ദ ക്രോമസോം നമ്പർ ഇൻ മാൻ? 46. 46 ആകുമ്പോൾ പകുതി എത്രയാണ്? 23 ഇൻ ഓവം, 23 ഇൻ സ്പേം. റിഡക്ഷൻ ഡിവിഷൻ നടന്നുകൊണ്ടാണ് 23. അതുകൊണ്ട് തന്നെ ഇവർ ഹാപ്ലോയിഡ് ആണ്. ഇനി സെക്ഷൽ ഫെർട്ടിലൈസേഷനിൽ ദേ അണ്ടർഗോ ഫ്യൂഷൻ by a process called fertilization. As a result of fertilization, zygote is formed. Zygote വളർന്നാണല്ലോ ഒരു ഇൻഡിവിജ്വൽ ആവുന്നത്. സൈഗോട്ടിലുള്ള ക്രോമസോം നമ്പർ എത്രയാണ്? വാട്ട് ഈസ് ദ ക്രോമസോം നമ്പർ ഇൻ സൈഗോട്ട്? 23 പ്ലസ് 23, സോ 46. ഇപ്പം ഇവിടെ ഈ ഓവം സ്പേം ഫോർമേഷനിൽ മിയോസിസ് നടന്നില്ലെങ്കിൽ, സപ്പോസ് ദർ ഇസ് മൈറ്റോസിസ് ആണ് ഹാപ്പനിങ് എന്ന് കരുതൂ. മൈറ്റോസിസ് ആണെങ്കിൽ 46 ആവൂലേ ക്രോമസോം നമ്പർ? ഈ 46 ഉള്ള ഓവവും സ്പേമും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഗോട്ടിന്റെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? 92. അപ്പം അതൊരു വളർന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ ബീങ് ആവോ? ഇല്ല. അപ്പം ഈ സെക്സൽ ഫോർമേഷനിൽ മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ ഈസ് അണ്ടർഗോൺ ടു മെയിൻറ്റെയിൻ ദ സ്പീഷീസ്. ഈ റിഡക്ഷൻ ഡിവിഷൻ നടന്നെങ്കിലും മാത്രമേ ഈ സെക്സ് സെൽസ് യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്രോമസോം നമ്പറുള്ള ഒരു ക്രീച്ചർ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഞാനൊരു എക്സാമ്പിളായി എടുത്തിരിക്കുകയാണ്. 46 തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാകുന്ന ഈ കുഞ്ഞ് ഹ്യൂമൻ ബീയിങ് തന്നെയാവുള്ളൂ. ടു മെയിൻറ്റെയിൻ സ്പീഷീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് സെക്സ് സെൽസിൽ മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം സ്ക്രീന് നോക്കിക്കോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. നമ്പർ ഓഫ് ക്രോമസോംസ് ആഫ്റ്റർ മൈറ്റോട്ടിക് ഡിവിഷൻ വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബോഡി സെൽസ് ഓർ സൊമാറ്റിക് സെൽസ്. ബോഡി സെൽസിനെ എന്ത് വിളിക്കാം? സൊമാറ്റിക് സെൽസ്. സോമ മീൻസ് ബോഡി. Meiotic division or meiosis is taking place in the reproductive cells or sex cells. Female sex cell is ovum or gamete is ovum and the male gamete is sperm. അവിടെ റിഡക്ഷൻ ഡിവിഷനാണ് നടക്കുന്നത്. So Sutton and Boveri, they found the behavior of chromosome which is parallel to the behavior of genes or alleles described by Gregor Mendel in his Inheritance of Characters. ഗ്രിഗർ മെൻഡലിൻ്റെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അവിടെ അലീലിക് പെയർ എന്താ ചെയ്തത്? ഇറ്റ് അണ്ടർഗോസ് സെഗ്രിഗേഷൻ ഡ്യൂറിങ് ഗാമീറ്റ് ഫോർമേഷൻ. പഠിച്ചിട്ടുണ്ട് അല്ലേ? സെയിം ബിഹേവിയറൽ പാറ്റേൺ വാസ് ഫോളോഡ് ബൈ ക്രോമസോം ഡ്യൂറിങ് സെൽ ഡിവിഷൻ or just before cell division. And they called this
chromosome behavior as chromosome theory of inheritance. അങ്ങനെയാണ് ഗ്രിഗർ മെൻഡലിൻ്റെ വർക്കുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് സട്ടൻ ആൻഡ് ബൊവേരി ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്തിരിക്കുന്നത് ഓർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സം ഓഫ് യു മേ ഹാവ് ഡൗട്ട്, ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്തിൽ ഡൗട്ട് തോന്നിയേക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രോമസോം, DNA, ജീൻ, അലീൽ, ഇതൊക്കെ പഠിച്ചു. ഇതെല്ലാം എന്താണ് തമ്മിൽ, എങ്ങനെയാണ് ഇതിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എവിടെയൊക്കെയാണ്, എങ്ങനെയാണ്, വാട്ട് ഈസ് ദ റിലേഷൻ അല്ലേ? സോ ടു ക്ലിയർ ദിസ് ഡൗട്ട് യു ക്യാൻ വ്യൂ ദിസ് പിക്ചർ. ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. യുനോ വിത്തിൻ ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ യു ക്യാൻ സീ ക്രോമസോം. പഠിച്ചു അല്ലേ? ക്രോമസോം സ്ട്രാൻഡഡ് ആണ്, സ്ട്രാൻഡ് പോലെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. ഇഫ് യു അൺവൈൻഡ് യു ക്യാൻ സീ, അതിൽ നിന്ന് എന്താ കാണുന്നത്? DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇൻ 10th സ്റ്റാൻഡേർഡ് യു ലേൺ DNA is a double stranded structure അല്ലേ? ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ്, ഇതൊക്കെ അല്ലേ അതിൻ്റെ ബേസ് അല്ലേ? ഷുഗറും നൈട്രജൻ ബേസും then phosphate, double stranded structure, hydrogen bond ആണ്. ATGC pairing പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നില്ലേ? Okay. And within this long DNA strand, upon this you can see at intervals genes. ഒരു DNA സ്ട്രാൻഡ് മുഴുവനും ജീനാണെന്ന് പറയാൻ പറ്റില്ല. ഡബിൾ സ്ട്രാൻഡഡ് DNAയിൽ ഇൻ്റർവെൽസിൽ ജീന് കാണാം. സോ മെനി ജീൻസ്. സം ജീൻസ് ആർ കോൾഡ് ആസ് ജങ്ക് ജീൻസ്. എല്ലാ ജീൻസും പ്രവർത്തിക്കുന്നതാണോ? നോ. സം ആർ നോട്ട് ഫങ്ഷണൽ. സച്ച് ജീൻസ് ആർ കോൾഡ് ആസ് ജങ്ക് ജീൻസ്. ദാറ്റ് യു വിൽ ലേൺ ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത ചാപ്റ്ററിൽ കൂടുതലായി നമുക്ക് പഠിക്കും. ആൻഡ് യു മേ ബി നോയിങ് ഈച്ച് ജീൻ എക്സ്പ്രസസ് അലീലിക് ട്രേറ്റ്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ക്യാരക്ടർ ഒരു ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈച്ച് ക്യാരക്ടർ ഹാസ് 2 ട്രേറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ടോ? ആൻഡ് ഈച്ച് ട്രേറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ അലീൽ. പേഡ് അലീലാണ് അല്ലേ ഒരു ജീനിൽ കാണുന്നത്? പേഡ് അലീൽ. ദെൻ വേർ ഇസ് ദ അലീൽ ലൊക്കേറ്റഡ്? അപ്പോൾ ഈ അലീൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നിരിക്കുന്നത്? വൺ മോർ പിക്ചേഴ്സ് ഹിയർ. ക്രോമസോം. upon the chromosome you can see sister chromatids ഈ സ്ട്രക്ചറിൽ കാണുന്നുണ്ട് അല്ലേ? and the allelic pair is located on the chromatids on the same locus. locus എന്ന് പറയുന്നത് സെയിം പോയിന്റിലാണ് നിങ്ങൾ കാണുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലെ ക്യാപിറ്റൽ ടി എന്ന് കാണുമ്പോൾ ക്ലിയർ? ഇതാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. ഗാമീറ്റ് ഫോർമേഷനിൽ ക്രോമസോമിൻ്റെ സ്ട്രാൻഡ് സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം അലീൽ സെഗ്രിഗേഷനും നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഗാമീറ്റിലും ഓരോ അലീൽ അല്ലെങ്കിൽ ക്രോമസോം സ്ട്രാൻഡ് വന്ന് വീഴുകയാണ്. ക്ലിയർ? മനസ്സിലായോ? ഇതാണ് ഗ്രിഗർ മെൻഡലിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സും അലീലാണോ അല്ലോ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, ക്രോമസോമും തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് വിച്ച് വാസ് പുട്ട് ഫോർവേഡ് ബൈ സട്ടൻ ആൻഡ് ബൊവേരി. A famous scientist, Thomas Hunt Morgan, he did experiments to verify the chromosome theory of inheritance. ഈ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ തോമസ് ഹണ്ട് മോർഗൻ എന്ന സയൻറ്റിസ്റ്റ് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. മോർഗൻ ആൻഡ് ഹിസ് കൊളീഗ്സ് ഡിഡ് എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദെയർ എക്സ്പെരിമെൻറ്റ് ദേ കുഡ് ഡിസ്കവർ ദ റീസൺ ഫോർ വേരിയേഷൻ. പരീക്ഷണങ്ങളുടെ കാലത്തിൽ അതിനിടയിൽ വേരിയേഷനുള്ള റീസൺ കണ്ടെത്താനും മോർഗനും കൊളീഗ്സിനും സാധ്യമായി. Morgan and his colleagues did experiments on Drosophila melanogaster, fruit fly. Fruit fly, അതായത് Drosophila melanogaster എന്താണെന്ന് അറിയോ? നമ്മുടെ വീട്ടിൽ പഴം വെച്ച് കഴിഞ്ഞാൽ പഴത്തിൻ്റെ മുകളിൽ ചെറിയ ഈച്ച പറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതാണ് Drosophila melanogaster. ഈ ഡ്രോസോഫിലയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി മോർഗനും ടീമും. What is the reason for selecting Drosophila for his experiments? എന്തിനാണ് ഈ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ തന്നെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്? ബിക്കോസ്
These flies could be easily grown in synthetic medium in the laboratory, and the lifespan of these flies are very short. Within 2 weeks it is completed, and by a single mating so many progenies can be produced. The male and female flies can be easily identified using a very simple microscope, and varying different characters could be analyzed within this species. ഈ കാരണങ്ങളാലാണ് തോമസ് ഹണ്ട് മോർഗനും കൊലീഗ്സും ഡ്രോസോഫില മെലനോഗാസ്റ്റർ അവരുടെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത്. എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഡ്രോസോഫില എന്ന ഈ ഫ്രൂട്ട് ഫ്ലൈയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് പരീക്ഷണത്തിന് പറ്റിയത്. കാരണം ഏത് സാഹചര്യത്തിൽ ഒരു സിന്തറ്റിക് മീഡിയയിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു മേറ്റിംഗ് കൊണ്ട് തന്നെ ഒരുപാട് പ്രോജനീസ്, ഒരുപാട് കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. പിന്നെ മെയിലും ഫീമെയിലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മെയിൽ സ്മോളർ ദാൻ ഫീമെയിൽ. ക്യാൻ സീ ദ പിക്ചർ ഹിയർ, മെയിൽ ഫീമെയിൽ ഡ്രോസോഫില. പിന്നെ വെരി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്നിൻ്റെത് വൈറ്റ് ഐ ആണെങ്കിലും മറ്റതിൻ്റെ റെഡ് ഐ, ബോഡി കളർ, ദെൻ ഷേപ്പ് ഓഫ് ദ വിങ്, ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക്, ട്രെയ്റ്റ്സ് നമുക്ക് ഡ്രോസോഫില ഈ ഒരു സ്പീഷീസിൽ തന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ നടത്താൻ പറ്റുന്ന പഠനം വളരെ എളുപ്പമാണ്. ഒരുപാട് എക്സ്പെരിമെൻ്റൽ ഡേറ്റ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടാണ് തോമസ് ഹണ്ട് മോർഗൻ ആൻഡ് കൊലീഗ്സ് സെലക്റ്റഡ് ഡ്രോസോഫില for their experiments. Thomas Hunt Morgan did dihybrid cross in Drosophila to study the sex-linked genes. Sex-linked genes എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി തോമസ് ഹണ്ട് മോർഗനും കൊലീഗ്സും ഡ്രോസോഫിലയിൽ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. യുനോ ദ ഡൈഹൈബ്രിഡ് ക്രോസ് എന്താണെന്നറിയാലോ? 2 ക്യാരക്ടേഴ്സ് അല്ലേ? ദ പാരൻസ് ഡിഫറിങ് ഇൻ 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ഇവിടെ ഡ്രോസോഫിലയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പാരൻറ്റിൽ യെല്ലോ ബോഡീഡ് ആൻഡ് വൈറ്റ് ഐഡ് പാരൻറ്റ്, മറ്റൊരു തിരഞ്ഞെടുത്തിരിക്കുന്ന പാരൻറ്റിൽ ബ്രൗൺ ബോഡീഡ് ആൻഡ് റെഡ് ഐഡ് പാരൻറ്റ്. ഇവരെയാണ് ക്രോസ് ചെയ്തത്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, യെല്ലോ റൗണ്ട് സീഡും ഗ്രീൻ റിങ്കിൾഡ് സീഡിൻ്റെ ക്രോസ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഡൈഹൈബ്രിഡ് ക്രോസിൽ. അപ്പം ഗ്രിഗർ മെൻഡലിന് കിട്ടിയിരിക്കുന്ന റേഷ്യോ ഏതായിരുന്നു? 9:3:3:1 അല്ലേ? 9 എന്ന് പറയുന്നത് പാരൻ്റൽ കോമ്പിനേഷൻ ആയിരുന്നു, ലാസ്റ്റ് 1ഉം. ഇൻ ബിറ്റ്വീൻ 3 and 3 നോൺ പാരൻ്റൽ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഓർമ്മയുണ്ടോ? ഇവിടെ തോമസ് ഹണ്ട് മോർഗൻ കണ്ടെത്തിയിരിക്കുന്നത് 2 പോസിബിലിറ്റീസാണ്. യു ക്യാൻ സീ ദ സ്ക്രീൻ. ഈ സ്ക്രീന് നോക്കുമ്പോൾ പോസിബിലിറ്റി 1A, ക്രോസ് എയും ക്രോസ് ബിയും കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. അവിടെ ക്രോസ് എയിൽ നിങ്ങൾ നോക്കൂ, ദ ജീൻസ് ഫോർ ദീസ് 2 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ സെയിം ലോക്കസ്, നിയർ ബൈ അല്ലേ? സെയിം ക്രോമസോമിൽ, ഒരേ ക്രോമസോമിൻ്റെ അടുത്തടുത്താണ് ഈ 2 ജീൻ അലീൽസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. YW കാണുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഇവിടെ പാരൻ്റൽ കോമ്പിനേഷനാണ് അടുത്ത തലമുറയിലേക്ക് വന്നിരിക്കുന്നത്. ദീസ് 2 ജീൻസ് ഓർ അലീൽസ് ആർ ലിങ്ക്ഡ് ടുഗദർ. അവർ 2 പേരും ഒന്നിച്ച് അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. ദേ ആർ ലിങ്ക്ഡ് ടുഗദർ ഇൻ ദ സെയിം ക്രോമസോം ആൻഡ് ദേ ആർ പാസിംഗ് ഫോർ എ നമ്പർ ഓഫ് ജനറേഷൻസ് ടുഗദർ. തലമുറകളായിട്ട് അത് ഒന്നിച്ച് നിൽക്കുകയും അടുത്ത തലമുറകളിലേക്ക് അത് ഈ 2 ക്യാരക്ടേഴ്സ് ഒന്നിച്ച് പോവുകയും ചെയ്യുന്നു. And this tendency of gene to lie together in a chromosome and to pass together in different generations is called linkage. അത് ലിങ്കേജിൽ നമുക്ക് എപ്പോഴും കാണുന്നത് പാരൻ്റൽ കോമ്പിനേഷനാണ്. പാരൻ്റൽ ഇപ്പം യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ജീൻസ് ഒരേ ക്രോമസോമിൽ അടുത്തടുത്താണ് അലീൽസ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ ലിങ്കേജ് കാണുകയാണ്. ഈ ജീൻസ് അടുത്ത തലമുറയിലേക്ക് ഒന്നിച്ചിങ്ങനെ പോവാണ്, ഒരേ ക്രോമസോമിലായതുകൊണ്ട്. ഈ പ്രോസസ്സിനാണ്, ബയോളജിക്കൽ ഫിനോമിനാണ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻ ദ ക്രോസ് ബി, ആ ബി എന്ന് പറയുന്ന ക്രോസിൽ നോക്കൂ നിങ്ങൾ, അവിടെ 2 ജീൻസ് അലീൽസ് ക്രോമസോമിൻ്റെ 2 വശത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ലിങ്കേജ് കുറവാണ്, നോൺ പാരൻ്റൽ കോമ്പിനേഷൻ കുറച്ച് കൂടുതലാണ്.
അതൊന്ന് ക്ലിയർ വാച്ച് ചെയ്യുക പിക്ചർ നിങ്ങൾ. ഈ രണ്ട് അലീൽസും ക്രോമസോമിൻ്റെ രണ്ട് അറ്റത്തായി നിൽക്കുന്നതുകൊണ്ട് ഇത് തലമുറകളിലെ സെഗ്രിഗേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാരൻ്റൽ കോമ്പിനേഷൻ കാണുമോ? ഇല്ല. നോൺ പാരൻ്റൽ കോമ്പിനേഷനാണ് അവിടെ കാണുന്നത്. നോൺ പാരൻ്റൽ കോമ്പിനേഷൻ വരുന്നതിനാണ് റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് റീകോമ്പിനേഷൻ? നോൺ പാരൻ്റൽ കോമ്പിനേഷൻ ഇസ് നോൺ ആസ് റീകോമ്പിനേഷൻ. What is linkage? It is the tendency of two or more genes to lie together in the same chromosome and to inherit from one generation to another. ജനറേഷൻ ആഫ്റ്റർ ജനറേഷനിലേക്ക് ഇത് തലമുറകളായിട്ട് ഇതേ രണ്ട് അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ജീൻസ് പാസ് ചെയ്യും. ഈ ഒരു ടെൻഡൻസിക്കാണ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. Then when we learn about recombination, you must learn one more thing, crossing over or crossover. എങ്ങനെയാണ് റീകോമ്പിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അതായത് നോൺ പാരൻ്റൽ കോമ്പിനേഷനാണ്, പാരൻസിന് ഇല്ലാത്ത ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീകോമ്പിനേഷൻ. ഈ റീകോമ്പിനേഷൻ വരുന്നത് ക്രോസിംഗ് ഓവർ കൊണ്ടാണ്. യു സീ ദ പിക്ചർ അഗെയിൻ ഹിയർ. കണ്ടോ, ഒരു ക്രോമസോമിൻ്റെ രണ്ട് സ്ട്രാൻഡ്സ് ക്രോസ് ഓവർ ചെയ്യുന്ന കണ്ടോ? അപ്പോൾ ഒന്ന് ഒരു ഫാദറിൽ നിന്നും മറ്റൊരു സ്ട്രാൻഡ് മദറിൽ നിന്നുമാണെങ്കിൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ആർ എക്സ്ചേഞ്ച്ഡ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ക്രോസിംഗ് ഓവർ വിച്ച് റിസൾട്ട് ഇൻ റീകോമ്പിനേഷൻ. ഇത്രയും മനസ്സിലായോ? സോ ലെറ്റ് us recall what we learned today. എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്രിഗർ മെൻഡലിൻ്റെ വർക്ക് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല? പിന്നീട് 3 സയൻറ്റിസ്റ്റ്, കോറൻസ്, ഹ്യൂഗോ ഡിവ്രീസ് and von Schermak, ഇവരൊക്കെ ചേർന്ന് independently they did the same experiment and proved the existence of chromosome and behavior of chromosome which was parallel to the behavior of genes. ഇതൊക്കെ പഠിച്ചു. പിന്നെ സട്ടൻ ആൻഡ് ബൊവേരി കോയിൻ ചെയ്തിരിക്കുന്ന ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അതും പഠിച്ചു. അതിൽ മൈറ്റോസിസിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്നും മിയോസിസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്നും പറഞ്ഞതും അതിൻ്റെ പിക്ചറൈസ് ചെയ്തും കണ്ടു. പിന്നെ നമ്മൾ തോമസ് ഹണ്ട് മോർഗൻ ആൻഡ് ഹിസ് കൊളീഗ്സിൻ്റെ വർക്ക് ഓൺ ഡ്രോസോഫില മെലനോഗാസ്റ്റർ. സോ ദ റീസൺ ഫോർ സെലക്ടിങ് ഡ്രോസോഫില ഫോർ എക്സ്പെരിമെൻറ്റ്സ് അത് കണ്ടു. പിന്നെ ഡ്രോസോഫിലയിൽ നടത്തിയിരിക്കുന്ന ഡൈഹൈബ്രിഡ് ക്രോസ് ടു സ്റ്റഡി ദ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് അതും കണ്ടു. അതിനോടെ തന്നെ ലിങ്കേജ് എന്താണെന്ന് പഠിച്ചു. അതായത് ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അലീൽസ് ഓഫ് ജീൻസ് ഒന്നിച്ചടുത്തടുത്ത് നിൽക്കുമ്പോൾ ഈ ജീൻസ് ക്രോമസോമിൻ്റെ ഒരേ ക്രോമസോമിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംടൈംസ് ദേ പാസ് ഫ്രം ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഒരു തലമുറകളായി ഇതേ ജീൻസ് അടുത്തടുത്ത് തന്നെ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സും തലമുറകളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ടെൻഡൻസി ഓഫ് ജീൻസ് ക്യാൻ ബി കോൾഡ് ആസ് ലിങ്കേജ്. ലിങ്കേജ് എപ്പോഴും പാരൻ്റൽ കോമ്പിനേഷനാണ്. പാരൻസിൽ കാണുന്ന അതേ ക്യാരക്ടേഴ്സ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളെ മനുഷ്യനിൽ പറയുകയാണെങ്കിൽ ഒരു ഹെയർ കേളിയാണ്, അതേപോലെ സ്കിൻ കളർ, ഈ രണ്ട് ക്യാരക്ടറും നിയന്ത്രിക്കുന്ന ജീൻസ് രണ്ടും ഒരു ക്രോമസോമിൽ അടുത്തടുത്ത് ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തലമുറകളായിട്ട് കേളി ഹെയർ ഫെയർ ആയിട്ടുള്ള തലമുറകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ലിങ്കേജ് അല്ലേ? ആണ്. ചില സമയത്ത് ഇതിനൊരു മാറ്റം വന്നേക്കാം, അല്ല ഈ രണ്ട് ക്യാരക്ടേഴ്സ് മാറ്റി കേളി ഹെയർ വന്നു പക്ഷേ സ്കിൻ കളർ ബ്ലാക്കായി. അവിടെ ഒരു കോമ്പിനേഷൻ റീകോമ്പിനേഷനുള്ള കാരണം എന്താണ്? ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ക്രോമസോംസിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിക്സ് വന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവുന്നു. ഈ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എന്താണ്? പുതിയ തലമുറയിൽ ഒരു ക്രോമസോം എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ പുതിയൊരു ക്യാരക്ടർ അവിടെ വന്നല്ലോ. അപ്പം പുതിയൊരു ക്യാരക്ടർ വരുവാണെങ്കിൽ റീകോമ്പിനേഷനാണ്, നോൺ പാരൻ്റൽ കോമ്പിനേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. പാരൻസിൽ ഇല്ലാത്തതല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ റീകോമ്പിനേഷന് കാരണക്കാരൻ എന്താണ്? ക്രോസിംഗ് ഓവർ. ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്.